കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങിയ 4 മാസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തി. തമിഴ്നാട് സ്വദേശികളുടെ കുഞ്ഞിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. കുടുംബം താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് സമീപത്തെ കിണറ്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. रूम पे आया, बारिश गिरा था ना, इसी रूम पे आया। हम लोग सोचा उधर आदमी है ना, वो बोलते हैं हमारा आदमी खो गया, लड़की खो गया। इसलिए हम लोग सोचा पूरा ढूंढा, नहीं मिला। हम लोग सोचा कुआं में अंदर है, इसलिए हम लोग झड़म लगाया। हम लोग सोचा वो क्या है ना, वो जिंदा है, इसलिए जिंदा नहीं था और थोड़ा मर गया, इसलिए उठाया। ये भी था मेरे साथ, मेरे दोस्त थे, और हम लोग दोनों जाए झपंग लगाए उधर कुआं से, इसीलिए पूरा आदमी आ गया। नहीं, मैं पहले नहीं देखा, हम लोग को पहले नहीं देखा। हम लोग तो मैं ऊपर था, हम लोग ऊपर था, आवाज आई इसलिए हम लोग बोला आया, इसे आके भी हम छपंग लगाया ऐसा। ഇവരെല്ലാം കരച്ചിൽ കേട്ടിട്ട് നമ്മൾ വന്നത് ഒരാൾ വിളിച്ചിട്ട്. അപ്പോൾ ബോഡി എടുത്തിട്ട് പോയിനായിരുന്നു. ഇവർ ബൈക്കിലാണ് കൊണ്ടുപോയിന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പോലീസ് വന്ന് അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഇവർ ശബ്ദം ഉണ്ടാക്കിയതിന് ശേഷം കുട്ടീനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാം പരുതിനി. അങ്ങനെ പരുതുമ്പോൾ കിണറിലും നോക്കി, അങ്ങനെ കിണറിൽ കവിഞ്ഞ് കിടന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പോലീസ് വന്നിട്ട് എന്താ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. പോലീസ് അവരെല്ലാം ചോദ്യം ചെയ്തിട്ട് അപ്പോൾ കൊണ്ടുപോയി, എല്ലാവരും കൊണ്ടുപോയി. ഇവരെ ഇടയിൽ അവരെ കരച്ചിൽ കേട്ടിട്ട് നമ്മൾ വരുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, എല്ലായിടത്തും വന്ന്. പിന്നെ ഇവരെന്നെ കുറേ ആൾക്കാരുണ്ട്, ഇതെല്ലാം അന്യ സംസ്ഥാനക്കാരാണ്. 2-3 ക്വാർട്ടേഴ്സ്, അവരെല്ലാം എല്ലാവരും കൂടി എത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ ഈ മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങിയ 4 മാസം പ്രായമായ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ദുരൂഹത തന്നെയാണ് നിലനിൽക്കുന്നത്. പോലീസ് ഇപ്പോൾ ഏതു രീതിയിലുള്ള അന്വേഷണമാണ് ആരംഭിച്ചിരിക്കുന്നത്? രോഹിണി, ഞാനിപ്പോൾ നിൽക്കുന്നത് പാപ്പിനിശ്ശേരി, ഈ സംഭവം നടന്ന പാപ്പിനിശ്ശേരി പാറയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ ക്വാർട്ടേഴ്സിന് സമീപത്താണ്. ഈ ഒരു ക്വാർട്ടേഴ്സിലാണ് ഈ മരണപ്പെട്ട കുട്ടിയും മാതാപിതാക്കളും ഒക്കെ തന്നെ താമസിച്ചിരുന്നത്. ഈ മാതാവ് മുത്തുവിൻ്റെ സഹോദരങ്ങളുടെ മക്കളും ആ സമയത്ത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കൂട്ടത്തിലൊരു കുട്ടി രാത്രി ഒരു 9-10 സമയത്തോടു കൂടി വാഷ്റൂമിൽ പോയിരുന്നു. തിരിച്ച് വന്ന് നോക്കുമ്പോൾ കുട്ടിയെ കണ്ടില്ല എന്ന് അച്ഛനോടും അമ്മയോടും പറയുകയായിരുന്നു. തുടർന്ന് ബഹളം വെച്ച് ആളെ കൂട്ടുകയും തുടർന്ന് ഈ പരിസരം മുഴുവൻ അവർ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ തുടർന്ന് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദൃശ്യത്തിൽ കാണുന്ന കിണറിൽ ഇവർ പരിശോധന നടത്തിയത്. വളരെ ദാരുണമായൊരു കാഴ്ചയായിരുന്നു അവർ കണ്ടത്. കാരണം ഈ കിണറ്റിൽ കുട്ടി മരിച്ച നിലയിൽ കിടക്കുന്നതാണ് കണ്ടത്. മുത്തു അക്കമ്മൽ ദമ്പതികളുടെ മകളായ 4 മാസം മാത്രം പ്രായമുള്ള യസിക എന്ന പെൺകുട്ടിയാണ് ഈ കിണറ്റിൽ നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ടായത്. അതായത് ഇവരുടെ ഈ മുത്തുവിൻ്റെ അക്കമ്മളുടെ കൂടെ സഹോദരങ്ങളുടെ 2 മക്കൾ കൂടി താമസിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ഒരു കുട്ടി വാതിൽ തുറന്നിട്ട ശേഷമാണ് ഇവിടെ വാഷ്റൂമിലേക്ക് പോയി. തിരിച്ചു വരുന്ന സമയത്താണ് ഈ കുട്ടിയെ കാണാനില്ല എന്നൊരു കാര്യം മനസ്സിലായത്. മറ്റാരെങ്കിലും പുറത്തുനിന്ന് വന്ന് കുട്ടിയെ എടുത്തുകൊണ്ട് പോയതാണോ എന്നടക്കമുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്നാലും വളരെ ചെറിയ സമയത്തിനുള്ളിലാണ് ഇത് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വളവട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു ദുരൂഹത ഇക്കാര്യത്തിലുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം 4 മാസം മാത്രം പ്രായമുള്ള കുട്ടിയെ എങ്ങനെയാണ് ഈ കിണറ്റിൽ എത്തിയത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ മാതാവും പിതാവും പോലീസ് ഇവിടുന്ന് വളവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ പോലീസ് എത്തി കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ദുരൂഹത ഉടൻ നീക്കാനാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് പോലീസും പങ്കുവയ്ക്കുന്നത്. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ പോസ്റ്റ്മോർട്ടം നടപടികളുമായി അവർ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും എന്താണ് ഇതിൻ്റെ തുടർ നടപടി എന്നാണ് ഒരു വ്യക്തത വരികയുള്ളൂ. അതിലും ദുരൂഹതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രോഹിണി. അതെ മിഥുൻ, അതോടൊപ്പം ഇവർ താമസിക്കുന്ന പ്രദേശം ഏത് രീതിയിലുള്ളതാണ്? ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ അടക്കം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണോ? തൊഴിലാളികളുടെ സാന്നിധ്യമാണോ അവിടെ കൂടുതലുമുള്ളത്? കാരണം ഈ 4 മാസം പ്രായമായ കുഞ്ഞ്, മാതാപിതാക്കളുടെ മധ്യത്തിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞ് അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയി കിണറ്റിലേക്ക് ഇടണമെങ്കിൽ അതിൽ വലിയ രീതിയിലുള്ള ദുരൂഹതയുണ്ട്. അതുകൊണ്ട് ഇവർ താമസിക്കുന്ന സ്ഥലവും അതിൻ്റെ സുരക്ഷിതാവസ്ഥയും ഒക്കെ ഏത് രീതിയിലാണ്? രോഹിണി, നമ്മളിപ്പോൾ ഈ കാണുന്ന ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 6 ക്വാർട്ടേഴ്സ് ആണ് മുമ്പിലും ബാക്കിലും ഒക്കെ ആയിട്ട് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ മുകൾ നിലയിൽ ഈ ഇതര സംസ്ഥാനത്തിൽ ബംഗാളിൽ നിന്നടക്കമുള്ള നിർമ്മാണ തൊഴിലാളികളാണ് കൂടുതൽ താമസിക്കുന്നത്. ഈ മുത്തുവും അക്കമ്മലും ഇവിടെ ഈ ആക്രി സാധനങ്ങൾ പറക്കി ജീവിക്കുന്നൊരു കുടുംബമായിരുന്നു. അതേസമയം ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ള വിവരം അറിഞ്ഞ് ഇവരുടെ നിലവിളി ശബ്ദം കേട്ട് മുകളിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ 2 ബംഗാളികൾ വന്ന് ആണ് ഇവിടെ ഈ
അവരും ഈ നാട്ടുകാരൊക്കെ തന്നെ വന്നിരുന്നു ശബ്ദം കേട്ട്. തുടർന്ന് പരിശോധന നടത്തുമ്പോഴാണ് ഈ കിണറ്റിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഈ ബംഗാൾ സ്വദേശികളായ രണ്ടുപേരാണ്, പശ്ചിമ ബംഗാൾ സ്വദേശികളായ രണ്ടുപേരാണ് ഈ കിണറ്റിലിറങ്ങി കുട്ടിയുടെ മൃതദേഹം പുറത്തേക്ക് എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെ ആശുപത്രിയിൽ പാപ്പിനിശ്ശേരി CHSയിൽ എത്തിക്കുമ്പോഴേക്കും കുട്ടി മരണപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തുടർന്ന് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അതും ഈ വളരെ ചെറിയ സമയത്തിനുള്ളിലാണ് ഈ ഒരു സംഭവം നടന്നതെന്ന് ആണ് ഒരു പ്രാഥമിക വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ അടുത്തുള്ള ആളുകൾ തന്നെ ആവാനുള്ള സാധ്യത തന്നെയാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിലും അന്വേഷണം തുടരുകയാണ്. വളവട്ടം പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. അതിലും ഈ കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയാനും മറ്റുമായി മാതാപിതാക്കളെ ഇവിടെ നിന്ന് വളവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ സംഭവങ്ങളിൽ ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രോഹിണി. ശരി മിഥുൻ. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങിയ 4 മാസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹമാണ് കിണറ്റിൽ കണ്ടെത്തിയത്. തമിഴ്നാട് സ്വദേശികളുടെ കുഞ്ഞിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.